ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തെ ഇസ്രായേലിന്റെ ഇടയനായി ചിത്രീകരിച്ചിരിക്കുന്ന ഭാഗമാണ് 23-ാം സങ്കീർത്തനം 1-ാം വാക്യം. ഇടയൻ എന്ന ഭാവത്തിൽ കുഞ്ഞാടിനെ എടുത്ത് മാറത്ത് ചേർത്ത് നടക്കുന്ന ചിത്രങ്ങൾ ദൈവത്തിന് നമ്മോടുള്ള വലിയ സ്നേഹത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഈ സങ്കീർത്തനത്തിലൂടെ ദാവീദ് യഹോവ എന്റെ ഇടയനാകുന്നു എന്ന വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് നടത്തുന്നത്. ഇതുപോലെ വിശ്വാസ പ്രഖ്യാപനം നടത്തിയ പല വ്യക്തികളെയും വിശുദ്ധ വേദപുസ്തകത്തിൽ കാണാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:28 ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു തോമാസ് ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ട് വിശ്വാസത്തിൽ ഉറപ്പിച്ചപ്പോൾ തോമാസ് ലീഹ എന്റെ കർത്താവും എന്റെ ദൈവവുമായി ഉള്ളോനെ എന്ന് പറയുന്നതായി കാണാം. ഇത് ഓരോ ക്രിസ്തീയ വിശ്വാസിയുടെയും വിശ്വാസ പ്രഖ്യാപനമാണ്. പത്രോസ് ലീഹ വിശുദ്ധ മത്തായി 16:16 നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന പ്രഖ്യാപനം നടത്തുന്നു. പൗലോസ് ലീഹ 2 തീമോത്തിയോസ് 1:12 അവൻ എന്റെ ഉപനിധി അല്ലെങ്കിൽ നിക്ഷേപം ആണെന്ന് പറയുന്നു. യോബിന്റെ പുസ്തകം 19:25 അവൻ എന്റെ വീണ്ടെടുപ്പുകാരൻ. എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഇവരൊക്കെയും പ്രഖ്യാപിക്കുന്ന ഈ ദൈവം നമുക്കാരാണ്? നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിനുള്ള സ്ഥാനം എന്തെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എങ്കിൽ നമ്മളുടെ ഈ ജീവിതം വട്ടപൂജ്യമാണ്. നമ്മുടെ വീട്ടിലെ ഒരു പൂച്ചക്കുഞ്ഞിനെ ദൂരെ കൊണ്ടുപോയി വിട്ടാൽ നമുക്ക് മുൻപേ അത് വീട്ടിലെത്തും. എന്നാൽ ഒരു ആട്ടിൻകുട്ടിയെ ദൂരെ വിട്ടാൽ അത് മടങ്ങി വരില്ല. ആട്ടിൻകുട്ടിക്ക് ഇടയൻ ആവശ്യമാണ്. ആ നല്ല ഇടയനാണ് നസ്രായനായ യേശു. വിശുദ്ധ യോഹന്നാൻ 10:10 പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ഇടയന്മാരുടെ 2 പ്രത്യേകതകൾ. ഒന്ന്, സദാ ജാഗരൂകതയുള്ളവരാണ്. അവൻ ആടുകളുടെ ആലയ്ക്കരികെയാണ് കിടക്കുന്നത്. എപ്പോഴും നല്ല ശ്രദ്ധയോടെ വല്ല കള്ളനോ ഹിംസ്ര ജന്തുവോ ആടിനെ ആക്രമിക്കൂ എന്ന ചിന്തയോടെ വല്ല അനക്കവും കേട്ടാൽ ചാടി എഴുന്നേൽക്കും. യേശു പറയുന്നു, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവാണ്. നിങ്ങളുടെ തലയിലെ മുടി പോലും എണ്ണപ്പെട്ടതാണ്. അതിലൊന്ന് നിലത്ത് വീഴണമെങ്കിൽ ഞാൻ അറിയണം. രണ്ടാമതായി, ഒരിടയൻ നല്ല ക്ഷമയുള്ളവനായിരിക്കണം. ആടുകളിൽ പല സ്വഭാവമുള്ളതുണ്ട്. അടങ്ങി ഒരിടത്ത് മാത്രം നിൽക്കില്ല. ഓടി നടന്ന് കിട്ടുന്നതിന്റെ എല്ലാം മണ്ട കടിക്കും. കാണുന്നതിനോടൊക്കെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇതിനെയെല്ലാം പരിപാലിക്കുവാൻ നല്ല ക്ഷമ വേണം. ദൈവസ്നേഹം ചിത്രീകരിക്കുവാൻ നല്ല ഇടയന്റേതുപോലെ അനുയോജ്യമായ വേറൊരു ചിത്രമില്ല. കൂട്ടത്തിലെ ഓരോ ആടിനെയും ശ്രദ്ധിക്കുന്നത് പോലെ നമ്മെ ഓരോരുത്തരെയും പരിപാലിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഇസ്രായേലിലെ ഇടയന്മാരെ കുറിച്ചുള്ള ഒരു കഥ ഇങ്ങനെയാണ്. ഇടയൻ ആടുകളെ മേയ്ക്കാൻ ആലയിൽ നിന്ന് പുൽപ്രദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നേർവഴിക്ക് പോകാത്ത ഒരാട് ആ കൂട്ടത്തിൽ ഉണ്ടാകും. അതൊരിക്കലും ആട്ടിൻപറ്റത്തോട് ചേരില്ല. പല പ്രാവശ്യം ശ്രമിച്ചിട്ടും നന്നായില്ലെങ്കിൽ ഇടയൻ ആടിന്റെ ഒരു കാലൊടിക്കും. അതിന് നടക്കാൻ പറ്റാത്തതിനാൽ ഇടയൻ എടുത്ത് അതിനെ ശ്രദ്ധയോടെ പരിചരിക്കും. ഇങ്ങനെ പല ദിവസങ്ങളാകുമ്പോൾ ഇടയനെ പിരിയാൻ വയ്യാത്ത ഒരു ബന്ധം ആടിനുണ്ടാകും. സുഖമായ ആടിനെ ആട്ടിൻപറ്റത്തിലേക്ക് വിട്ടാൽ ആട് ഇടയന്റെ അരികിൽ നിന്നും മാറുകയില്ല. നമ്മുടെ ജീവിതത്തിലും വേദന നിറഞ്ഞ അനുഭവങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ കാലൊടിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും. ഇത് നല്ല ഇടയനോട് കൂടുതൽ അടുത്ത് ദൈവസ്നേഹം ആവോളം രുചിച്ചറിയാനുള്ള അവസരമാക്കി മാറ്റണം. ആവർത്തന പുസ്തകം 4:7 നമ്മുടെ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ എന്ന് ചോദിക്കുന്നു. ഈ നല്ല ഇടയനോട് ചേർന്ന് നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്നും വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.